ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. മേൽപ്പത്തൂരിൻ്റെ കാവ്യോപാസനയായ സ്തോത്രരത്നം ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നമ്മൾ ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 109 ദിവസം. ഇന്ന് 11 ദശകത്തിൽ 1 ശ്ലോകം നമ്മൾ പാരായണം ചെയ്യണു. ഓരോ ദിവസവും ഓരോ ശ്ലോകം എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ 10 ദശകങ്ങളിലെ ശ്ലോകങ്ങളെ നമ്മൾ അനുസ്മരിച്ചത്. അതിൽ 8 ദശകങ്ങളിൽ 10 ശ്ലോകം വീതവും, ഒരു ദശകത്തിൽ 15, മറ്റൊന്നിൽ 13 ശ്ലോകങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് 108 ശ്ലോകങ്ങൾ ഇന്നലെ വരെ നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചു. ഇനി 109 ദിവസം ഇന്ന് 11 ദശകത്തിൽ ആദ്യത്തെ ശ്ലോകം ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ഉൽപ്പത്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഭാഗവതം അവിടെ ഭഗവാന്റെ വരാഹാവതാരം വർണ്ണിച്ചതിനു ശേഷമാണ് വിതുരമൈത്രേയ സംവാദരൂപത്തിൽ ഹിരണ്യാക്ഷൻ്റെ ജന്മത്തെക്കുറിച്ചൊക്കെ പറയണത്, അല്ലെങ്കിൽ ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും പിറക്കുന്നതിനെ കുറിച്ചൊക്കെ പറയണത്. ഇവിടെ വരാഹാവതാരത്തിൻ്റെ ഉപക്രമമായിട്ട് സനകാദികളുടെ വൈകുണ്ഠപ്രാപ്തി, ജയവിജയന്മാരുടെ ശാപം, ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ എന്നിവരുടെ ജനനം, ഹിരണ്യാക്ഷൻ്റെ പരാക്രമം, ഇതൊക്കെയാണ് ഈ 11 ദശകത്തിൽ 10 ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിക്കുന്നത്. അടുത്ത ദശകത്തിലാണ് നമ്മൾ വരാഹാവതാരം എന്ന രംഗത്തെ കാണുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ
ശ്ലോകം സനകാദി യോഗീശ്വരന്മാര് വൈകുണ്ഠലോകത്തിലേക്ക് എത്തുന്നതായിട്ടുള്ള രംഗം. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കദാപി ദിവ്യാ സനകാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രപേദിരേ മാരുത മന്ദിരേശാം. സർഗേ ക്രമേണ പരിവർദ്ധമാനേ കദാപി ദിവ്യാ തേ സനകാദയഃ മാരുതമന്ദിരേശ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രപേദിരേ. സർഗേ ക്രമേണ പരിവർദ്ധമാനേ. സർഗം സൃഷ്ടി, ബ്രഹ്മസൃഷ്ടി. ആ സൃഷ്ടി പടിപടിയായി വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ക്രമമായി ക്രമാനുഗതമായി അത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, കദാപി ദിവ്യാഹ തേ സനകാദയ, ഒരിക്കൽ ഒരു ദിവസം ദിവ്യന്മാരായിരിക്കുന്ന ആ സനകാദി യോഗീശ്വരന്മാർ മാരുതമന്ദിരേശ, ഹേ ഗുരുവായൂരപ്പ, ഗുരുഭവനപുരിയിലിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ആ യഥാർത്ഥ ഈശ്വരൻ എന്ന് തിരിച്ചറിവുള്ള പട്ടേരിപ്പാട് പറയുകയാണ്. ഗുരുവായൂരപ്പ, അവിടെ ഭവദ്വിലോകായ, അവിടുത്തെ കാണാൻ വേണ്ടിയിട്ട്, അതിനുവേണ്ടി മാത്രമായി വികുണ്ഠലോകം പ്രപേദിരേ, വൈകുണ്ഠലോകത്തിലേക്ക്, വികുണ്ഠത, ആ കുണ്ഠിതങ്ങളില്ലാത്ത ലോകത്തിലേക്ക് അവര് എത്തിച്ചേർന്നു. സനകാദി യോഗീശ്വരന്മാര് അല്ലേ, ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നുണ്ടായ 4 പേര്, സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്ന് പറയുന്നു. ഇപ്പോൾ 10ാം ദശകത്തിലെ 3ാം ശ്ലോകത്തിൽ വർണ്ണിച്ച ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ് ഈ 4 മഹർഷിമാർ. സനകാദികൾ എന്നാണ് അവരറിയപ്പെടുക. അവര് പരമഭക്തന്മാരാണ്. കണ്ടാൽ 5 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഏറ്റവും ഉത്തമന്മാരായ ഊർധ്വരേതസ്സുകളായിരിക്കുന്ന ഉണ്ണികളാണ് ഈ 4 പേരും. അപ്പോൾ അവര് അവിടുത്തെ കാണാനായിട്ട് വൈകുണ്ഠലോകത്തിലേക്ക് എത്തിച്ചേർന്നു. ഭാഗവതം തൃതീയ സ്കന്ധം 15, 16, 17 അധ്യായങ്ങളിൽ പറഞ്ഞ കഥയെയാണ് ഇവിടെ ഈ ദശകത്തിൽ സംഗ്രഹിച്ച് പറയുന്നത്. ഇനി ഒരിക്കൽ കൂടി ആ ശ്ലോകം നമുക്ക് ചൊല്ലാം. അതിനുശേഷം നമുക്ക് ഭാഷാഗാനം പാടി സമർപ്പിക്കാം. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കദാപി ദിവ്യാ സനകാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രപേദിരേ മാരുത മന്ദിരേശാം. നാരായണ 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 രാധാ ഗോവിന്ദ. വായുമന്ദിരേശനാകും ഭഗവാനെ കേട്ടിടുക, സൃഷ്ടികർമ്മഫലം മെല്ലെ വർദ്ധിക്കും കാലം. സനകാദി മുനീശ്വരർ വൈകുണ്ഠത്തിലെത്തിച്ചേർന്നു, സാന്ദ്രാനന്ദ സ്വരൂപത്തെ വന്ദിച്ചിടുവാൻ. നാരായണ 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 രാധാ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.